ടെമ്പർ റിലേഷൻസ് എൻ്റെ മക്കളെ എനിക്ക് തോന്നണത് ടെമ്പർ റിലേഷൻസ് നമുക്ക് എല്ലാവരുമായിട്ട് സാക്ഷ്യം, പ്രത്യേകിച്ച് ഈ മലയാളികളെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ വലിയ റിലേഷൻസ് ഒന്നുമുള്ള ആൾക്കാരല്ല. പ്രത്യേകിച്ച് പുതിയ തലമുറ യൂസ് ആൻഡ് ത്രോ അല്ലേ. അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് അവരുമായിട്ട് കമ്മ്യൂണിക്കബിളായി അത് കഴിയുമ്പോൾ അവിടുന്ന് പോകുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് ചെന്ന് അവരുമായിട്ടുള്ള അപ്പം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കറണ്ട് മെയിൻ്റെനൻസിന് വേണ്ടിയുള്ള ഒരു ബിസിനസ് അക്കൗണ്ടാണ് ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പലപ്പോഴും മലയാളികൾ പലപ്പോഴും അങ്ങനെ തോന്നിയിരിക്കുന്നത്. ഒരു ശാശ്വതമായ റിലേഷൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് നോക്കിയാൽ മതി. നിങ്ങൾ വർഷങ്ങളോളം എല്ലാവരെയും നിങ്ങൾ ഉടനെ അക്കൗണ്ട് കൊണ്ടുവരും. പക്ഷേ എത്ര പേര് അക്കൗണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ചില അക്കൗണ്ടൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഡെഡാണ് അല്ല. വാട്സപ്പിലെ കുറേ അക്കൗണ്ടുകൾ 2-3 കൊല്ലമായിട്ട് ആരെയും വിളിക്കാത്ത കേസുണ്ട്. നിങ്ങൾക്ക് ആ അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമില്ലായിരുന്നു വർഷത്തിൽ. 3 കൊല്ലമായിട്ടൊക്കെ ഒരു അക്കൗണ്ടിന് അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് തുടങ്ങണേ എന്തിനാ? അപ്പോൾ പക്ഷേ ഈ മലയാളിയുടെ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള ടെമ്പററി എല്ലാം അവർ ഒരു ആദ്യത്തെ ആവേശത്തിന് കയറി അക്കൗണ്ടാക്കും. പിന്നെ അവിടെ ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അവർ അക്കൗണ്ട് യൂസ് ചെയ്യത്തില്ല. അത് ഡെഡ് അക്കൗണ്ടാകും. ഞാനത് എൻ്റെ മക്കളോട് എന്താ പറഞ്ഞു വെച്ചാൽ, ഇങ്ങനെ ഒരു ഡെഡ് അക്കൗണ്ട് ദൈവവുമായിട്ട് നമുക്ക് പറ്റത്തില്ല. ഉടമ്പടി ചില ആൾക്കാരുടെ അക്കൗണ്ട് ഡെഡായിരിക്കണതിൻ്റെ കാരണം അതാണ്. അവർക്ക് ടെമ്പർ റിലേഷൻസേ ഉള്ളൂ. ദൈവവുമായിട്ട് നമുക്ക് ഒരു ഡെഡ് അക്കൗണ്ട് പറ്റത്തില്ല. കാര്യം അക്കൗണ്ട് ആക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് ഡെഡാണെന്നറിയാം. അപ്പോൾ തന്നെ ആരുടെയെങ്കിലും അക്കൗണ്ട് ഉടമ്പടി അക്കൗണ്ട് ഡെഡായി പോയിട്ടുണ്ട്, ഇന്ന് തന്നെ നിങ്ങൾ അത് പുതുക്കി ദൈവമായിട്ട് ആ പഴയ പ്രസരിപ്പിനും പ്രവർത്തനത്തിലും ഒക്കെ വരണം. ജെറമ്യ 31:3 വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ചില സമയത്ത് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഒരു ആന്തരിക അഭിഷേകം വരണം. അങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നമ്മൾ പറയണതും പറയാത്തതും ചെയ്യേണ്ടതും ഭാവി ചെയ്യേണ്ടതും എല്ലാം കണക്ക് കൂട്ടിയാണ് കർത്താവിൻ്റെ കൂടെ ജീവിക്കണം. ഭയങ്കര രസമാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല, നമുക്കതുകൊണ്ട് ഇപ്പോൾ നോ യൂസ് ആയിരിക്കും. പക്ഷേ കർത്താവ് കരുതി കൂട്ടി നമുക്ക് അടുത്തതിൻ്റെ പിന്നത്തെ കൊല്ലം